ഹലോ എൻ്റെ പേര് സിൽസ. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദാറ്റ് മല്ലു നെക്സ്റ്റ്. അപ്പം വിശേഷം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനും ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. തംബ്നെയിലിൽ കണ്ടതുപോലെ വെയിറ്റ് കുറഞ്ഞിട്ടും ഫേസിൻ്റെ ഷേപ്പിന് അല്ലെങ്കിൽ ഫാറ്റിന് കുറവ് വരുന്നില്ല എന്ന് ആവലാതിപ്പെട്ടിരിക്കുന്നവരാണോ നിങ്ങൾ? എനിക്കും സെയിം നന്നായിട്ട് മനസ്സിലാവും നിങ്ങളുടെ ആവലാതി. സെയിം പ്രോബ്ലം ഉള്ള ഒരാളാണ് ഞാനും. ചെറുതായിട്ട് എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നാൽ തന്നെയും ഫേസിലായിരിക്കും എനിക്കും അത് ഫസ്റ്റ് ആയിട്ട് റിഫ്ലക്റ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളെപ്പോലെ തന്നെ എനിക്കും അത് നന്നായിട്ട് മനസ്സിലാവും. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഒരു പരിധി വരെ എന്തൊക്കെ ചെയ്യാമെന്നുള്ളത് നോക്കാം ഈ വീഡിയോയിലൂടെ. മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുന്ന കൺസേൺസ് എന്തൊക്കെയാണ്? ഫൈൻ ലൈൻസ്, റിങ്കിൾസ് ഉണ്ടാവുക, അതുപോലെ ഈ ഒരു ആപ്പിൾ ചീക്സ് ഒരുപാട് വൃത്തികേടായിട്ടിരിക്കുക, ഇവിടത്തെ ഡബിൾ ചിൻ ഉണ്ടാവുക, ഇവിടെ ഈ ഡബിൾ ചിൻ കൂടാതെ തന്നെ ഈ ചിന്നിൻ്റെ അണ്ടറിലായിട്ട് ഇങ്ങനെ സ്കിൻ തൂങ്ങിക്കിടക്കുക, അതിൻ്റെ ഇലാസ്റ്റിസിറ്റി ഇല്ലാതിരിക്കുക, ഈ പ്രശ്നങ്ങളൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ഉണ്ടാവുക അല്ലേ. ഇതിനു വേണ്ടി ബേസിക്കായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എപ്പോഴും ഒരു കാലറി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഫാറ്റ് ലോസ് വർക്കൗട്ട്സ് അല്ലെങ്കിൽ ഡയറ്റൊക്കെയും ഫോളോ ചെയ്യാന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ ഫേസിന് വേണ്ടിയിട്ട് മാത്രം വർക്കൗട്ടൊക്കെയും ചെയ്തിട്ട് വേറെ ഒന്നും ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ അതിനൊന്നും യാതൊരു ഉപയോഗവും ഇല്ല. മാത്രവുമല്ല, നമ്മുടെ ബോഡിയുടെ വെയിറ്റ് കുറയുമ്പോൾ തന്നെ ഒന്നും ചെയ്യാണ്ട് ഫേസിൻ്റെ ഷേപ്പ് കുറച്ച് ഡിഫൈൻ ആയി വരുന്നത് നമുക്ക് കാണാൻ പറ്റും. ഒത്തിരി അങ്ങോട്ട് കംപ്ലീറ്റ് ആയിട്ട് വരണം എന്നില്ല. ചിലർക്ക് അത് നന്നായിട്ട് ആ ഒരു ഫുൾ ബോഡിയുടെ ചേഞ്ച് കൊണ്ട് തന്നെ വരും. പക്ഷെ മറ്റു ചിലർക്ക് കുറച്ച് എക്സ്ട്രാ വർക്കൗട്ട് ഫേസിനായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിലും നമ്മൾ എപ്പോഴും ആ ഒരു കൺസിസ്റ്റൻസി ഈ ഡയറ്റിലും വർക്കൗട്ടിലും ഒക്കെ കീപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. വെള്ളം കുടിക്കുക എന്ന് പറയുന്നതിന്റെ കാരണം, നമ്മൾ വെള്ളം കുടിച്ചില്ല എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഫുഡിലെ സോഡിയം ഒക്കെ അക്യുമുലേറ്റ് ചെയ്തിട്ടും അല്ലെങ്കിൽ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ടിട്ട് നമുക്ക് ഫേസിലും ഇൻഫ്ലമേഷൻ വരാനുള്ള ചാൻസ് ഉണ്ട്, വാട്ടർ റീറ്റെയിൻ ചെയ്ത് നിന്നിട്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ നമ്മുടെ ഫേസിൽ ഫാറ്റിന് പകരം നീരായിരിക്കും ഉണ്ടാവുക. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു സോഡിയത്തിനെ ഫ്ലഷ് ചെയ്ത് കളയാൻ പറ്റത്തുള്ളൂ ബോഡി എന്നുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കുക, വെള്ളം നന്നായിട്ട് കുടിക്കുക എന്നുള്ളത്. അതുപോലെ തന്നെ മറ്റേ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഉറക്കക്കുറവുണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി അറിയാം, മുഖം എപ്പോഴും ഇങ്ങനെ ചടഞ്ഞ് ഒരു നീർ കെട്ട് പോലെ അങ്ങനെ ഊതി പെരുകിയായിരിക്കും ഇരിക്കുക അല്ലേ. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് മാക്സിമം നന്നായിട്ട് റെസ്റ്റ് എടുക്കുക. അപ്പോൾ ഈ 3 ബേസിക് കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കുക. ഇനി അടുത്തതായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കുറച്ച് ഫേസ് യോഗാസ് അല്ലെങ്കിൽ ഫേസ് എക്സസൈസസ് ആണ്. ഇതിൽ നിങ്ങൾ കുറച്ച് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് ഫേസിനെ നന്നായിട്ട് ഡിഫൈൻ ചെയ്ത് നിർത്താൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാനും ഇതെല്ലാം കുറച്ചിങ്ങനെ കുറേ റിസർച്ച് ചെയ്ത് കുറേ വീഡിയോസ് ഒക്കെ കണ്ട് പഠിച്ചെടുത്ത കുറച്ച് വർക്കൗട്ട്സ് ആണ്. അപ്പോൾ ഞാനത് നിങ്ങളുമായിട്ടും കൂടി ഷെയർ ചെയ്യാം. എൻ്റെ ഫേസിലും നിങ്ങൾക്ക് അറിയാൻ പറ്റും, ഇപ്പോഴും എനിക്ക് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഫാറ്റല്ല, അത് എനിക്ക് തോന്നുന്നു അത് എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഉള്ളതാണ്. ഇത് കുറച്ച് ജനറ്റിക് പരമായിട്ടുള്ളതാണ്. നിങ്ങൾ വേറൊരു കാര്യം ഓർത്തിരിക്കുക, നമുക്ക് ഫേഷ്യൽ ഫീച്ചേഴ്സ് ഒരു പരിധി വരെ ഈ എക്സസൈസ് വെച്ചിട്ട് മാറ്റാൻ പറ്റത്തുള്ളൂ. ജനറ്റിക്സ് നമ്മുടെ ഫേസിന്റെ ഷേപ്പിൽ വലിയൊരു റോള് വഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിന് നമുക്ക് വലുതായിട്ടൊന്നും ഓൾട്ടർ ചെയ്യാൻ ഇതുകൊണ്ട് പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള വല്ല കോസ്മെറ്റിക് സർജറീസിനൊക്കെ പോവേണ്ടി വരും. അപ്പോൾ നോർമലി ഉള്ള സാധാരണക്കാർക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. നമുക്കറിയാം, ഫേഷ്യൽ വർക്കൗട്ട് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ടൂൾസ് നമുക്ക് അവൈലബിൾ ആണല്ലേ. ഈ ഒരു ഗ്വാഷ, അതുപോലെ തന്നെ ജെയ്ഡ് റോള്, പിന്നെ വേറെ പല രീതിയിലുള്ള മസാജറും ഒക്കെ കിട്ടുന്നുണ്ട്. ഞാൻ മെയിൻലി യൂസ് ചെയ്തിരുന്നത് 2 ടൂൾസാണ്. ഈ ഒരു ജെയ്ഡ് റോള്, ഇത് നമുക്കറിയാലോ, നമുക്ക് ഫേസിൽ എന്തെങ്കിലും ഓയിൽ അപ്ലൈ ചെയ്തിട്ട് ഇതിങ്ങനെ മസാജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു സാധനം, ഇത് നമുക്ക് ഈ ഫേസിൻ്റെ ഇത്രയും പാർട്ടിലത്തേക്കും ഉള്ള മസിൽസിന് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഇത് കവിള് കുറയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിങ്ങനെ വായ്ക്കകത്ത് വെച്ചിട്ട് ഇങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്. പക്ഷേ ഈ 2 സാധനങ്ങളും ഞാൻ യൂസ് ചെയ്ത് കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് നിർത്തി. കാരണം എനിക്ക് ഇതിൽ എപ്പോഴും ഇതൊന്നും കണ്ടുപിടിച്ച് ചെയ്യാനുള്ള നേരം ഉണ്ടാവില്ല, ഫസ്റ്റ്. രണ്ടാമത്തേത്, ഇതിനേക്കാളും ഒക്കെ എനിക്ക് ഏറ്റവും എഫക്റ്റീവായിട്ട് തോന്നിയത് ഫിംഗേഴ്സ് തന്നെയാണ്. നമ്മുടെ കൈവച്ച് ചെയ്യുമ്പോഴേക്കും നമ്മുടെ ഫേസിനും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ളതല്ലേ. അപ്പോൾ നമുക്ക് ഒരു ടൂൾസും ഇല്ലാതെ എങ്ങനെ നമുക്ക് ഫേഷ്യൽ മസാജ് ചെയ്യാം എന്നുള്ളതാണ്
ഞാനിവിടെ പറയുന്നത്. അപ്പോൾ ഫേഷ്യൽ മസാജിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യം നന്നായിട്ട് ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുക. ഞാനിപ്പോൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഫേസിലേക്ക് ഒരു മോയ്സ്ചറൈസർ അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഫേഷ്യൽ ഓയിൽ അപ്ലൈ ചെയ്യാം. ഞാൻ എപ്പോഴും ചിലപ്പോൾ കുളിക്കുന്നതിന് മുന്നേ അല്ലെങ്കിൽ കുളിക്കുന്നതിന് മുന്നേ ഇപ്പം കുക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഞാൻ കിച്ചണിൽ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഞാൻ ഈ എക്സസൈസ് ചെയ്യുക. ഞാൻ നോർമലി കോക്കനട്ട് ഓയിലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ വെളിച്ചെണ്ണ തേച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വളരെ കുറച്ച് എണ്ണ മതി കേട്ടോ. നമുക്ക് എടുത്തിട്ട് ആ ഒരു ഫേസിൽ മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് നമുക്കൊന്ന് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത് ഞാൻ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി മറ്റേത് വർക്കൗട്ടിനെയും പോലെ തന്നെ നമുക്ക് ഫസ്റ്റ് വാമപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി നമുക്ക് വേറൊരു കാര്യം ഞാൻ പറയാൻ വിട്ടുപോയി. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫേസിൽ ബാക്കി വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴും ഇനി ഞാൻ പറയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഫേഷ്യൽ മസിൽസ് എന്ന് പറയുന്നത് ഒരു 57ഓളം മസിൽസ് ഉണ്ട്. നമ്മൾ ബാക്കി ബോഡിയുടെ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോൾ ഈ ഫേസിൻ്റെ മസിൽസിനെ നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ഫോക്കസ് ചെയ്യുന്നുണ്ടാവില്ല. അപ്പോൾ ഈ ഫേഷ്യൽ മസാജ് അല്ലെങ്കിൽ ഫേഷ്യൽ യോഗ എക്സസൈസൊക്കെ വെച്ചിട്ട് നമ്മൾ ആ ഒരു മസിൽസിനെയാണ്, ആ ഒരു ഗ്രൂപ്പ് ഓഫ് മസിൽസിനെയാണ് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഫേസിൽ ആ ഒരു ഡിഫൈൻ ചെയ്തെടുക്കാൻ പറ്റുക, അല്ലെങ്കിൽ ഫാറ്റ് കുറയ്ക്കാൻ പറ്റുക. കാരണം ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ അറിയാം, ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുമ്പോൾ ഇവിടെ ഈ ഒരു എല്ല് കഴിഞ്ഞിട്ട് ബോൺ കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതൊക്കെയും നമുക്ക് ഫാറ്റായിരിക്കും. അപ്പോൾ ഈ ഒരു പാർട്ടിൽ അല്ലെങ്കിൽ ഇവിടെ ലൂസായിരിക്കുന്ന മസിൽസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഇത് നന്നായിട്ട് ഇവിടെ ടൈറ്റൻ ആവുകയും അങ്ങനെയാണ് നമ്മുടെ ഡബിൾ ചിൻ പോവുകയും ഈ ഒരു പാർട്ട് നന്നായിട്ട് ഡിഫൈൻ ആയി വരികയും ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വർക്കൗട്ടിലോട്ട് പോകാം. ഫസ്റ്റ് നമ്മൾ മറ്റേത് വർക്കൗട്ടിനെയും പോലെ തന്നെ വാമപ്പ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. വാമപ്പ് ചെയ്യാനായിട്ട് ഏറ്റവും ഫസ്റ്റ് ചെയ്യുന്നത്, നമ്മളിപ്പോൾ ഓരോ വർക്കൗട്ട് ഒരു 40 സെക്കൻഡ്സ് വെച്ചിട്ടാണ് ചെയ്യുക. 30 to 40 സെക്കൻഡ്സ് നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ സമയം അനുസരിച്ചിട്ട് ചെയ്യാം. ഇതൊക്കെ വളരെ ഈസിയാണ്, എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് ചെയ്യുന്നതിന് ഒരു പ്രത്യേക ടൈമൊന്നുമില്ല. നിങ്ങൾക്ക് എപ്പോഴാണോ കൺവീനിയൻ്റ് ആയിട്ട് തോന്നുന്നത്, ഇപ്പോൾ കുളിക്കുന്നതിന് മുന്നെയോ അല്ലെങ്കിൽ കിച്ചണിൽ നിൽക്കുമ്പോഴോ കിടക്കുന്നതിന് മുന്നെയോ എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ട്സ് ആണ് ഇതൊക്കെയും. ഫസ്റ്റ് വാമപ്പ് വർക്കൗട്ട് എന്ന് പറയുന്നത് ഹൈപ്പർ എക്സ്റ്റൻഷൻ ഓഫ് ദ നെക്കാണ്. അതായത് നമ്മളിങ്ങനെ ഹെഡ് ഒന്ന് ടിൽറ്റ് ചെയ്യുക. ആ ടിൽറ്റ് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം നമ്മുടെ നാക്ക് റെസ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ അപ്പർ പാലറ്റിലാണ്, അതായത് നമ്മുടെ മുകളിലത്തെ റൂഫിലായിരിക്കണം റെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ദേ ഇങ്ങനെ എന്നിട്ട് മുകളിലേക്ക് ഇങ്ങനെ ടിൽറ്റ് ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുപാട് ഇവിടെ ഇങ്ങനെ പ്രഷർ കൊടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് അത്യാവശ്യം ഇവിടെ ഒരു സ്ട്രെച്ച് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇങ്ങനെ ഒന്ന് തിരിക്കുമ്പോൾ തന്നെയും ആ ഒരു പൊസിഷനിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ഇങ്ങനെ ഒരു 40 സെക്കൻഡ്സ് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുക. ഇവിടെ നന്നായിട്ട് നിങ്ങൾക്ക് ആ ഒരു പ്രഷർ ഫീൽ ചെയ്യുന്നുണ്ടാവും ഇത് ചെയ്യുമ്പോഴത്തേക്കും കേട്ടോ. രണ്ടാമത്തേത് നെക്ക് എക്സ്റ്റൻഷൻ ആണ്. നെക്ക് എക്സ്റ്റൻഷൻ ചെയ്യുമ്പോൾ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഷോൾഡർ ഉയർത്തി പിടിക്കുക. അല്ലാതെ നിങ്ങൾ തല വെച്ചിട്ട് ഇങ്ങനെ കൊണ്ടുപോയി വയ്ക്കരുത്. ഷോൾഡറിലേക്ക് ടച്ച് ചെയ്യുക, ഉയർന്ന ഇരിക്കുന്ന ഷോൾഡറിലേക്ക് വേണം നിങ്ങൾ ടച്ച് ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ ദേ നമ്മൾ ആദ്യം ഒരു സൈഡിലേക്ക് പോകുന്നു, നടുക്ക് സെൻറ്ററിൽ വന്ന് ഒന്ന് പോസ് ചെയ്യുന്നു, അപ്പുറത്തെ സൈഡിലേക്ക് പോകുന്നു. അങ്ങനെ 40 സെക്കൻഡ്സ് ആണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് 40 സെക്കൻഡ്സ് ചെയ്യാം. അടുത്തതായിട്ടും നെക്ക് റൊട്ടേഷൻ ആണ്. നെക്ക് റൊട്ടേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ക്ലോക്ക് വൈസും ആൻറ്റി ക്ലോക്ക് വൈസും ചെയ്യുന്നുണ്ട്. ഓരോ വട്ടം ചെയ്യുമ്പോഴും എത്രത്തോളം വലിയ സർക്കിൾസ് നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുവോ അത്രത്തോളം നല്ലതാണ്. കാരണം അത്രത്തോളം മസിൽസ് അവിടെ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതും ഒരു 40 സെക്കൻഡ്സ് ആണ് ചെയ്യുന്നത്. നമ്മളൊരു 20 സെക്കൻഡ് ക്ലോക്ക് വൈസും 20 സെക്കൻഡ് ആൻറ്റി ക്ലോക്ക് വൈസും ആണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ
എന്താ ഫസ്റ്റ് വാമപ്പ് സെഷൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഫേസിൻ്റെ ഓരോ പാർട്ടായിട്ട് നോക്കാം. അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഫസ്റ്റ് വർക്കൗട്ട് ഇവിടെ ഓരോ പാർട്ടിനും എന്താ പ്രഷർ കിട്ടുന്ന രീതിയിലുള്ള ഒരു വർക്കൗട്ടാണ്. നിങ്ങൾക്കറിയാം, നമ്മൾ ബലൂൺ ബ്ലോ അപ്പ് എന്ന് പറയുന്ന ഒരു വർക്കൗട്ടാണ്. അതായത് ബലൂൺ ബ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ ഇങ്ങനെ ആക്കത്തില്ല. ഇത് ചെയ്യുമ്പോൾ പല എക്സ്പ്രഷനും എൻ്റെ മുഖത്ത് വരുന്നുണ്ടാവും. സോറി, വളരെ വൃത്തിയായിട്ടായിരിക്കും എന്ന് എനിക്ക് തന്നെ അറിയാം. പക്ഷേ ഇത് ചെയ്യാണ്ട് ഒരു രക്ഷയില്ല ഈ ഒരു വർക്കൗട്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഇത് ചെയ്യുമ്പോൾ ഇവിടെ ഓരോ സൈഡിലും അതുപോലെ മുകളിലും താഴെയും നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു പാർട്ട് ഫോക്കസ് ചെയ്യാം. ഇതും ഓരോന്നും നമുക്കൊരു 20 സെക്കൻഡ്സ് വെച്ചിട്ട് ചെയ്യാം. അടുത്ത് ഇവിടെ ഇനി ഇവിടെ എനിക്ക് തന്നെ അറിയാം എൻ്റെ ഫേസ് വളരെ മോശമായിരിക്കും എന്നുള്ളത്. ശരിക്കും ക്ഷമിച്ചേക്കും കേട്ടോ. നിങ്ങളും ചെയ്യുമ്പോൾ ഇത് തന്നെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളെ പലരും കളിയാക്കൽ കേൾക്കേണ്ടി വരും. അപ്പോൾ നമുക്ക് ഇത് ചെയ്യാം. അടുത്ത് ഇവിടെ അടുത്തതായിട്ട് നമുക്കറിയാം, ഇപ്പോൾ കൊച്ചുകുട്ടികളൊക്കെ പിണങ്ങുമ്പോൾ കാണിക്കത്തില്ലേ ഇങ്ങനെ, അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടത്തേക്ക് ആക്കി ഒരു 40 സെക്കൻഡ്സ് ചെയ്യാം. ഇതും ഇവിടുത്തെ ഈ ഒരു മസിൽസ്, ഇതിൻ്റെ സ്ട്രെച്ച് ഇവിടെ നന്നായിട്ട് ഇങ്ങനെ ഫീൽ ചെയ്യുക. അപ്പോൾ ഈ ഒരു പെരി ഓറൽ ഏരിയയ്ക്കാണ് ഇവിടെ നന്നായിട്ട് ഫോക്കസ് കിട്ടുന്നത് ഈ ഒരു വർക്കൗട്ടിൽ. ഇത് 40 സെക്കൻഡ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് എക്സോ എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വർക്കൗട്ടാണ്. അതായത് എക്സ് ഒ ശരിക്കും നല്ലൊരു വർക്കൗട്ടാണ് കേട്ടോ, നമ്മുടെ ഈ ഒരു ജോ ലൈൻ ഡിഫൈൻ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കിയാലോ. ഇതും ഒരു 40 സെക്കൻഡ്സ് നമ്മൾ ചെയ്യാൻ. അപ്പോൾ ഈ വർക്കൗട്ടും ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ അടുത്തത് നമുക്ക് ഡബിൾ ചിന്നിന് വേണ്ടിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. ഫിംഗേഴ്സ് ഇങ്ങനെ പിടിക്കുക, അത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് ഈ സെൻറ്ററിൽ നിന്ന് നന്നായിട്ട് ഇങ്ങോട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 20 ടൈംസ് ചെയ്യാം, അല്ലെങ്കിൽ 40 സെക്കൻഡ്സ് നമുക്ക് ടൈമർ വെച്ചിട്ട് അത് ചെയ്യാം. ഓരോ ടൈം ചെയ്യുമ്പോഴും നിങ്ങൾക്കിത് ടൈം കൂട്ടി വരാം. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഫേസിൻ്റെ താഴ്ഭാഗത്തോട്ടുള്ള വർക്കൗട്ട്സ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഫ്രോൺ ചെയ്ത് പിടിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇവിടെ എല്ലാം ലൂസാവും. പിന്നെ നിങ്ങൾ ഇവിടത്തേക്ക് പ്രത്യേകിച്ച് വർക്കൗട്ട് അടുത്തതായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങളെപ്പോഴും ഇവിടെ ഇങ്ങനെ ഒരു ന്യൂട്രലായിട്ട് തന്നെ പിടിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഇവിടെ ഇന്നിങ്ങനെ സെൻറ്ററിൽ നിന്ന് ഇങ്ങനെ പിടിച്ചിട്ട് ഇതുപോലെ ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം. ഇനി അടുത്തത് ഈ ഒരു പാർട്ട് നമുക്ക് നന്നായിട്ട് ടക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ പിടിക്കുക. ഇതിൽ നമ്മൾ ഇവിടെയാണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക. ഇതും ഒരു 40 സെക്കൻഡ്സ് ചെയ്യുക. അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇങ്ങനെ പിടിക്കുക. ഈ രണ്ട് ഇതും ഇങ്ങനെ ഫിസ്റ്റായിട്ട് വച്ചിട്ട് ഇതിങ്ങനെ ചെയ്യുക. നേരത്തെ ചെയ്തതുപോലെ എക്സ്റ്റെൻഡ് ചെയ്യുക. എന്നിട്ട് ബ്ലോ ചെയ്യുക. ഇങ്ങനെ
ഇതുപോലെ ബ്ലോ ചെയ്യുക. ഈ മുകളിലേക്ക് നമ്മൾ നോക്കിയിട്ടാണ് അങ്ങനെ ചെയ്യുക. അപ്പോൾ ഇതിങ്ങനെ പിടിക്കുക. അപ്പോൾ ഇങ്ങനെ പിടിക്കുന്ന സമയത്ത് നന്നായിട്ട് താഴേക്ക് നിങ്ങളൊന്ന് പ്രഷർ കൊടുക്കുക. റെസിസ്റ്റൻസ് അവിടെ ഫീൽ ചെയ്യണം. അപ്പോൾ ഇതൊരു 40 സെക്കൻഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഇങ്ങനെ പിടിക്കാൻ നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലേ. ഇതിങ്ങനെ കുറച്ച് ഒരു 40 സെക്കൻഡ്സ് ഹോൾഡ് ചെയ്ത് പിടിക്കുക. അപ്പോൾ ഇത്രയും വർക്കൗട്ട്സ് ആണ് നമ്മൾ ഈ ഒരു ലോവർ ജോയ്ക്ക് വേണ്ടിയിട്ട്, ഡബിൾ ചിന്നും ഇവിടുത്തെ ഫ്ലാബി ആയിട്ടുള്ള ആ മസിൽസൊക്കെ ഒന്ന് ലൂസ് ആവാനും വേണ്ടിയിട്ട് ചെയ്യുന്ന വർക്കൗട്ട്സ്. ഇനി നമുക്ക് ഇവിടുത്തെ ആപ്പിൾ ചീക്സിലേക്ക് പോവാം. ഇവിടെ നമ്മൾ ചെയ്യുമ്പോഴത്തേക്കും ഏറ്റവും ആദ്യം ഇതുപോലെ ഇങ്ങനെ പിടിക്കുക. ഈ ഫിംഗേഴ്സ് പിടിച്ചിട്ട് ഇതിനെ ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതൊരു 40 സെക്കൻഡ്സ് ചെയ്യാം. ഈ വർക്കൗട്ട് ചെയ്ത് കഴിയുമ്പോൾ ശരിക്കും നിങ്ങൾക്ക് നമ്മുടെ കയ്യിലും കാലിലൊക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ബേണിങ്, ആ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അത് ശരിക്കും ഇവിടെ ഫീൽ ചെയ്യും കേട്ടോ ഇത് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും. അതുപോലെ ഇവിടുത്തെ ഈ ഒരു പൊങ്ങി നിൽക്കുന്ന ആ ഒരു പാർട്ട് നന്നായിട്ട് ഇത് കുറയുകയും ചെയ്യും. നിങ്ങൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരു 2 ആഴ്ച ചെയ്ത് നോക്കും. നിങ്ങളുടെ റിസൾട്ട് എന്താണെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് ശരിക്കും നല്ല എഫക്റ്റീവായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു വർക്കൗട്ടാണ്. അതുപോലെ തന്നെ ഇനി അടുത്തതായിട്ട് ഇവിടെ ഒരു 3 പ്രഷർ പോയിൻറ്റ്സ് ഉണ്ട്. ഒന്ന് ഇവിടെ, രണ്ടാമത് ഇവിടെ, മൂന്നാമത് ഈ ഒരു പാർട്ടിൽ. ഇത് 3നെയും ഫോക്കസ് ചെയ്യുന്ന രീതിയിൽ ഒന്ന് വർക്കൗട്ട് ചെയ്യുക. ഇതിനൊന്ന് നന്നായിട്ടൊന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. എപ്പോഴും നമ്മൾ ഈ സെൻറ്ററിൽ നിന്ന് സൈഡിലേക്കാണ് ചെയ്ത് കൊടുക്കേണ്ടത്. ഇത് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമുക്ക് ഇവിടെ നിന്ന് ഐയുടെ ചുറ്റും ഉള്ള ഒരു വർക്കൗട്ട് ചെയ്യാം. അത് ഒരു ക്ലോക്ക് വൈസ് രീതിയിൽ നിങ്ങൾക്കിങ്ങനെ സർക്കിൾ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഇവിടുത്തെ രക്തയോട്ടം കൂടുന്നതിനും ഒരു ഡാർക്ക് സർക്കിൾസൊക്കെ കുറയ്ക്കുന്നതിനും ഇത് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു എക്സസൈസാണ്. അതുപോലെ അണ്ടർ ഐയിൽ വരുന്ന ഫൈൻ ലൈൻസും റിങ്കിൾസും ഒക്കെ പോവാനും ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമുക്ക് അത് ചെയ്യാം. ഈ ഒരു എക്സസൈസ് കഴിഞ്ഞാൽ അടുത്തത് ഈ ഒരു പാർട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇവിടെ ചിലപ്പോൾ ഇങ്ങനെ ഒരു റിങ്കിൾസോ ലൈൻസോ ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പിടിക്കുക. അത് കഴിഞ്ഞ് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക സൈഡിലേക്ക്. ഇത് 2 സ്ഥലത്തും ചെയ്യാം. ഈ 20 സെക്കൻഡ്സ് വെച്ചിട്ട് നമുക്ക് ഓരോ പാർട്ടിലും ചെയ്യാം. അടുത്തതായിട്ട് നമ്മൾ ഐബ്രോയ്ക്ക് വേണ്ടിയിട്ടുള്ള എക്സസൈസാണ്. ഇതിങ്ങനെ പിടിക്കുക, ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ സൈഡിലേക്ക് ആക്കി കൊടുക്കുക. അതും ഒരു 40 സെക്കൻഡ്സ് ചെയ്യാം.
അപ്പോൾ ഈ എക്സസൈസും ചെയ്താൽ ഇനി നമ്മുടെ ഫൈനൽ എക്സസൈസാണ്. ഫൈനലായിട്ട് നമ്മൾ ഫോർഹെഡിന് വേണ്ടിയിട്ടുള്ളതാണ് ചെയ്യുന്നത്. ഫോർഹെഡിന് വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ കൈ ഇതുപോലെ വച്ചിട്ട് ഇങ്ങനെ സൈഡിലേക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഇതും ഒരു 40 സെക്കൻഡ്സ് ചെയ്യാം. ഇതേ കണ്ടില്ലേ, എല്ലാ വർക്കൗട്ടും വളരെ ഈസിയാണ്. നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു ടൂൾസിൻ്റെയും ആവശ്യമില്ല. കൈ മാത്രം മതി. വീട്ടിൽ സുഖമായിട്ട് കിട്ടുന്ന കാര്യമാണ് വെളിച്ചെണ്ണ എന്നുള്ളത്. അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫേഷ്യൽ ഓയിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ അത് യൂസ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ മോയ്സ്ചറൈസർ യൂസ് ചെയ്തിട്ട് നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള വർക്കൗട്ടാണ്. എന്നാൽ വളരെ പവർഫുള്ളുമാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഫേസിൻ്റെ ഫാറ്റ് ഇഷ്യൂസ് ഉള്ളവർക്ക് വെയിറ്റ് ലോസ് ചെയ്തിട്ടും മുഖത്തെ ഫാറ്റ് കുറയുന്നില്ല എന്ന് കംപ്ലയിൻറ്റ് ചെയ്യുന്നവരാണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ട് ഇത് ട്രൈ ചെയ്ത് നോക്കുക. റിസൾട്ട് തന്നെ അറിയിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്ത വീഡിയോസൊക്കെ നിങ്ങൾക്ക് ടൈമർ ഇട്ടിട്ട് അതുപോലെ 40 സെക്കൻഡ്സ് ഓരോന്നും എൻ്റെ കൂടെ തന്നെ നിങ്ങൾക്കും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ബൈ.